ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നാ പിന്നെ പെട്ടെന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോകാൻ തയ്യാറായിക്കോളൂ. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. മാധവേട്ടനെ പിരിഞ്ഞ് എനിക്ക് ജീവിക്കാനാവില്ല. പിരിയുന്നതിനേക്കാൾ എളുപ്പം ഒരുമിച്ച് ജീവിതം അങ്ങ് അവസാനിപ്പിക്കുന്നത്. ഏത് ലോകത്താണെങ്കിലും നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ജീവനൊടുക്കാം. ജീവനൊടുക്കാനോ? നീ എന്ത് പ്രാന്തായി പറയുന്നത്? നമ്മൾ ജീവനൊടുക്കിയ മക്കൾക്ക് ആയുഷ്കാലം മുഴുവൻ ദുഷ്പേരാവില്ലേ? ഒരുമിച്ച് മരിക്കാനല്ലല്ലോ, ജീവിക്കാനല്ലേ നമ്മൾ ഈ പാടൊക്കെ പെട്ടത്. നമ്മൾ ജീവിതം സ്വയം അവസാനിപ്പിച്ച മാധവൻ നായരുടെ കൂടെ ഒളിച്ചോടിപ്പോയ തമ്പുരാട്ടി പെണ്ണിന്റെ ഗതി കണ്ടില്ലേന്ന് നാട്ടുകാരടക്കം പറയും. മാത്രമല്ല, ഇത്രയും കാലം മക്കൾക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങളൊക്കെ അവസാന കാലത്ത് മഹാപാപം ചെയ്ത് നശിപ്പിക്കണോ? വേണ്ട ചന്ദ്രു, നമ്മൾ ജീവിക്കണം. നമ്മളെ അനുസരിച്ച് ജീവിച്ച മക്കളെ കുറച്ചു കാലം അനുസരിക്കേണ്ട ബാധ്യത നമുക്കുമില്ലേ ചന്ദ്രു? നീ മനോജിനൊപ്പം പോകണം. നമ്മൾ മാത്രമല്ല, തളർന്നു കിടക്കുന്ന ഒരു അമ്മയുണ്ടാകത്ത്. ഒരുമിച്ച് ജീവിക്കാൻ കൊതിയുണ്ടെങ്കിലും പരസ്പരം കൈപിടിച്ചിറങ്ങിയ ആ അമ്മയുടെ ഗതി എന്താവും? പൊക്കിൽ കൊടി ബന്ധത്തിന് കണക്ക് പറയുന്ന മക്കള് ആ അച്ചമ്മയ്ക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അതുകൊണ്ട് ചന്ദ്രു ഇപ്പൊ പോണം. അച്ഛനമ്മമാരെ തീരുമാനമൊക്കെ എന്തായി? അമ്മ മനോജിനൊപ്പം പോവല്ലേ? മൗനം പാലിച്ചിട്ട് എന്താ കാര്യം? അമ്മ മനോജിനോടൊപ്പം ഇപ്പൊ തന്നെ പോയിരിക്കണം. മോനെ, ഞങ്ങൾ എന്തെങ്കിലും പണി ചെയ്ത് ഞങ്ങളുടെ ചെലവിനുള്ള പണം ഉണ്ടാക്കിക്കോളാം. ഞങ്ങളെ തമ്മിൽ വേർപിരിക്കല്ലേ കുഞ്ഞ്. വയസ്സുകാലത്ത് അച്ഛനമ്മമാർക്ക് കഠിനാധ്വാനമല്ല മക്കൾ കൊടുക്കേണ്ടത്. ഒരു തൊഴിലും ചെയ്യാതെ വിശ്രമ ജീവിതമാണ്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അച്ഛനിവിടെ ഉണ്ടായിരിക്കും. അത്തരം ഒരു ജീവിതം തന്നെയാ എന്നോടൊപ്പം വരുന്ന അമ്മയ്ക്ക് ഞാൻ ഉറപ്പ് തരുന്നത്. വാ അമ്മേ. അപ്പോ ഒരു കാര്യം മനസ്സിലായി, അമ്മയ്ക്ക് ഞങ്ങളോട് ഒരു സ്നേഹവുമില്ല. ഈ കാണിച്ചതൊക്കെ വെറും അഭിനയമായിരുന്നു. തേനേ പാലയെന്ന് പറഞ്ഞ് ഒലിപ്പിച്ച് നടന്നതൊക്കെ അഭിനയമായിരുന്നു എന്നാണോ നീ പറയുന്നത്? പിന്നല്ലാതെ. മതി, നിർത്ത്. ചന്ദ്രു, നിന്റെ മാധവേട്ടനാ പറയുന്നത്. നീ ഇപ്പൊ തന്നെ മനോജിനൊപ്പം പോകണം. ഇവര്
ഈ നന്ദിയില്ലാത്ത മക്കള് സ്നേഹത്തെ അളക്കുന്ന വർത്തമാനം പറഞ്ഞ എനിക്കത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. ശരി മാധവേട്ട, മനോജിനൊപ്പം പോകാൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്നാ പിന്നെ പെട്ടെന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോകാൻ തയ്യാറായിക്കോളൂ. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. അപ്പൊ ആ കാര്യത്തിലും ഒരു തീരുമാനമായി. ചന്ദ്രു, പട്ടിക്ക് പാല് കൊടുത്താ അത് വാലാട്ടി കാണിക്കും. പക്ഷെ മക്കള് അവര് ചതിക്കും. ചന്ദ്രു, നീ ചെല്ലേ.